ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ നോക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സയൻസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് 8ാം ക്ലാസ്സിൽ. അപ്പൊ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? നമുക്കറിയാം 8 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ 10ാമത്തെ ചാപ്റ്റർ ആയ സ്ഥിത വൈദ്യുതി എന്നുള്ള ചാപ്റ്റർ ആണ് നോക്കുന്നത് കേട്ടോ. ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അതായത് നിശ്ചലാവസ്ഥയിലുള്ള ചാർജുകളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. നിശ്ചലാവസ്ഥയിലുള്ള വൈദ്യുത ചാർജുകൾ എങ്ങനെ ഉണ്ടാകുന്നു, പിന്നെ എങ്ങനെയാണ് അവ എങ്ങനെ പെരുമാറുന്നു, അതുപോലെ പ്രകൃതിയിലും നിത്യജീവിതത്തിലും അവയുടെ സ്വാധീനം, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ട്, നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ഥിത വൈദ്യുതി എന്നുള്ള ചാപ്റ്ററിലേക്ക് പോകട്ടോ. അപ്പൊ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ 10ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ എന്താണ് കൊടുത്തിട്ടുള്ളത്? കുറച്ച് കുട്ടികളും ടീച്ചറും തമ്മിലൊക്കെ ഉള്ള ഒരു സംഭാഷണമാണ്. ടീച്ചറെ, ഇത്തരം കയ്യുറകൾ എന്തിനാണ്? അവ ആന്റി സ്റ്റാറ്റിക് കയ്യുറകളാണ്. സ്ഥിത വൈദ്യുതി ഒഴിവാക്കാനാണിത്. അപ്പൊ സ്ഥിത വൈദ്യുതി എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താണ്? ഒരു ബലൂൺ തലമുടിയിൽ ഉരസിയ ശേഷം മുടിയേകൾക്കരികിലേക്ക് സാവധാനം കൊണ്ടുവരിക. അപ്പൊ മുടിനാരുകൾ ബലൂണിലേക്ക് ആകർഷിക്കപ്പെടും എങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ ഒരു പെൻസിലിന്റെ കൂർത്ത അഗ്രത്തിൽ കടലാസു കഷ്ണം സ്വതന്ത്രമായി തിരിയാവുന്ന വിധം ക്രമീകരിക്കുക. കടലാസിനടുത്തേക്ക് ഒരു പ്ലാസ്റ്റിക് പേന കൊണ്ടുവരിക. എന്താണ് കാണുന്നത്? അതിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇനി വരണ്ട തലമുടിയിൽ പേൻ നന്നായിട്ട് ഉരസിയ ശേഷം കടലാസിനടുത്തേക്ക് കൊണ്ടുവരും. എന്ത് മാറ്റമാണ് ഉണ്ടായത്? അതായത് തലമുടിയിലേക്ക് പേന ആകർഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോക്കി പോവട്ടോ. ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്, എക്സ്പെരിമെന്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള. അപ്പൊ നമ്മൾ എന്താണ് ആകർഷിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന ഘടകമാണ് വൈദ്യുത ചാർജ്. ഓക്കെ, അപ്പൊ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ വികർഷണങ്ങൾക്ക് കാരണമാകുന്ന അടിസ്ഥാന ഘടകമാണ് വൈദ്യുത ചാർജ്. പോസിറ്റീവ്, നെഗറ്റീവ് എന്നിങ്ങനെ ചാർജുകൾ 2 തരമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത്, എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണല്ലോ ആറ്റം. വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണം ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നത് മൂലമാണ്. അപ്പൊ വസ്തുക്കൾക്ക് തമ്മിലുള്ള ആകർഷണം എങ്ങനെയാണ്? ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നത് മൂലമാണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകമാണ് ആറ്റം. വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണം ആറ്റങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നത് മൂലമാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഇനി ആറ്റത്തിനുള്ളിലേക്ക്, ഒരു ആറ്റത്തിലെ പ്രധാന കണങ്ങളെ ചിത്രീകരിക്കുന്നതാണ് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്. ആറ്റത്തിലെ പ്രധാന കണങ്ങൾ ഏതെല്ലാമാണെന്നാണ്. നമുക്കിവിടെ പ്രോട്ടോണ്, ന്യൂട്രോണ്, അതുപോലെ ഇലക്ട്രോൺ അല്ലെ. ഇത് മൂന്നാണ് ആറ്റത്തിലെ പ്രധാന കണങ്ങൾ കേട്ടോ. ഇനി ആറ്റത്തിലെ കേന്ദ്ര ഭാഗമാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ പ്രധാന കണങ്ങൾ ഏതെല്ലാമാണ്? ഇവിടെ കാണുന്നുണ്ട് പ്രോട്ടോണും ന്യൂട്രോണും ആണ് ന്യൂക്ലിയസിൽ കാണുന്നത് അല്ലെ. ഇവ ഓരോന്നിന്റെയും ചാർജ് എന്താണ്? ഇവിടെ പ്രോട്ടോണിന്റെ പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നാണ് കാണുന്നത്. അതുപോലെ എന്താണ്? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു. ഇലക്ട്രോണുകളുടെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ് അല്ലെ. അപ്പൊ പ്രോട്ടോണുകളുടെ വിപരീത ചാർജ് ആണ് ഇലക്ട്രോണുകൾക്കുള്ളത്. ഓക്കെ, അതിനാൽ ഇവ രണ്ടും തുല്യ എണ്ണമുള്ള ആറ്റങ്ങളിൽ പരസ്പരം എന്താണ്? ചാർജ് പരസ്പരം റദ്ദ് ചെയ്യപ്പെടുന്നതാണ് പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ ഇത് രണ്ടും കൂടി ന്യൂട്രൽ ആയി പോകും. ഓക്കെ, എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? പ്രോട്ടോണുകളുടെ വിപരീത ചാർജ് ആണ് നെഗറ്റീവ് ചാർജ് ആണ് ആർക്കുള്ളത്? ഇലക്ട്രോണിനുള്ളത്. അതിനാൽ ഇവ രണ്ടും തുല്യ എണ്ണമുള്ള ആറ്റങ്ങളിൽ എന്താണ്? പരസ്പരം ചാർജ് പരസ്പരം റദ്ദ് ചെയ്യപ്പെടുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 0 ആയിട്ട് മാറും. മൈനസ്, അതായത് നെഗറ്റീവും പോസിറ്റീവും കൂടി എന്താണ്? അവിടെ ന്യൂട്രൽ ആയിട്ട് മാറും. ന്യൂട്രോണുകൾക്ക് ചാർജ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ. ന്യൂട്രോണുകൾക്ക് ചാർജ് ഇല്ല. ഇനി എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ആറ്റങ്ങളുടെ ചാർജ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോട്ടോണുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ചാർജ് പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, അതുപോലെ എന്താണ് ന്യൂട്രൽ ആണോ, ഇത് നമ്മളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇവിടെ ടേബിളിൽ കൊടുത്തു നോക്കാം. പ്രോട്ടോണുകളുടെ എണ്ണം ഫസ്റ്റ് 26 എന്ന് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണുകളുടെ എണ്ണം 26. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോട്ടോണും ഇലക്ട്രോണും തുല്യമായി വരുന്ന ആറ്റങ്ങൾ എന്താണ്? ചാർജ് റദ്ദ് ചെയ്യപ്പെടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്? നിർവീര്യമാണ് ആൻസർ അല്ലെ. ഇനി അടുത്തത്, പ്രോട്ടോണുകളുടെ എണ്ണം 26ഉം ഇലക്ട്രോണുകളുടെ എണ്ണം 24ഉം ആണ് വരുന്നത് കേട്ടോ. ഇവിടെ എന്താണ്? ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകളാണ് കൂടുതലുള്ളത്, അതിനാൽ ചാർജ് പോസിറ്റീവ് ആണ് വരുന്നത് കേട്ടോ. പ്രോട്ടോണുകളുടെ ചാർജ് എന്തായിരുന്നു? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് അവിടെ പോസിറ്റീവ് ആണ് വരിക.
ഇനി പ്രോട്ടോണുകളുടെ എണ്ണം ഇവിടെ 17ഉം ഇലക്ട്രോണുകളുടെ എണ്ണം 18ഉം ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് കൂടുതലുള്ളത്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ് വരിക ട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു പട്ടികയെ അടിസ്ഥാനമാക്കി താഴെ കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ, അതായത് ന്യൂട്രൽ ആയിരിക്കാൻ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളുടെ എണ്ണവും അതുപോലെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും ഒക്കെ തുല്യമായതിനാലാണ് എന്ത് ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമാകുന്നത് കേട്ടോ. രണ്ടും ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും തുല്യമാകുമ്പോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലെങ്കിൽ ലഭിക്കുന്ന ചാർജ് എന്താണെന്നാണ് കേട്ടോ. ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കറിയാം എന്താണ്, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ്. നമ്മൾ ലാസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്തല്ലേ, ഈ ഒരു ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുതലാവുന്ന കാര്യമാണ് പറയുന്നത്, അപ്പൊ നെഗറ്റീവ്. ഇനി ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണുകളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ ലഭിക്കുന്ന ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി ഇവിടെ ഉരസുമ്പോൾ പദാർത്ഥങ്ങൾക്ക് ചാർജ് ലഭിക്കുന്നതിന് കാരണം ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നതാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നത് കൊണ്ടാണ് ചാർജ് ലഭിക്കുന്നത്. ഇതിന്റെ ഫലമായി ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരാം. ഉരസുമ്പോൾ, പദാർത്ഥങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ ചാർജ് ലഭിക്കുന്നതിന് കാരണം ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നതാണ്. ഇതിന്റെ ഫലമായി ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇനി ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ അത് പോസിറ്റീവ് ചാർജ് ഉള്ളതായും ഇലക്ട്രോണുകൾ ലഭിക്കുമ്പോൾ അത് നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ടും മാറുന്നു. നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ്? ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ പോസിറ്റീവ് ആയിട്ടും ഇലക്ട്രോണുകൾ ലഭിക്കുമ്പോൾ നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ടും മാറിപ്പോയത് കേട്ടോ. മുകളിൽ നൽകിയിരിക്കുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്ത പട്ടിക പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോഡി വസ്തുക്കളും ഗ്ലാസ് റോഡും സിൽക്കും ആണ് കേട്ടോ. ഇലക്ട്രോൺ കൈമാറ്റം, ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് എവിടെയാണ് ഉണ്ടാവുക? ഗ്ലാസ് റോഡിനാണ് ഉണ്ടാവുക അല്ലെ. ഗ്ലാസ് റോഡിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. പോസിറ്റീവ് ഗ്ലാസ് റോഡും നെഗറ്റീവ് സിൽക്കും. ഇനി എബണൈറ്റും കമ്പിളിയാണ് വസ്തുക്കളായിട്ട് എടുത്തിട്ടുള്ളത്. കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ പോസിറ്റീവ് ആരാണ്? കമ്പിളി അല്ലെ, കമ്പിളി. അതുപോലെ എന്താ നെഗറ്റീവ് ഏതാണ്? എബണൈറ്റ് ആണ് കേട്ടോ, എബണൈറ്റ്. എബണൈറ്റ്. ഇനി അടുത്തത് ഇവിടെ റബ്ബറും കമ്പിളിയാണ് കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് ചാർജ് കമ്പിളിന്ന് കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇനി എന്താണ്? നെഗറ്റീവ് ചാർജ് എന്തിനായിരിക്കും? റബ്ബറിനാണ് കേട്ടോ. ഇലക്ട്രോൺ പിന്നെന്താണ്? ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ പോസിറ്റീവും ഇലക്ട്രോൺ ലഭിക്കുമ്പോൾ നെഗറ്റീവ് ചാർജും ആയിരിക്കും കേട്ടോ. ഇനി വൈദ്യുത ചാർജുകളുടെ സ്വഭാവ സവിശേഷതകളാണ്. രണ്ടു റബ്ബർ ബലൂണുകൾ പരസ്പരം തൊട്ടിരിക്കുന്ന വിധം തൂക്കിയിടുക. അവയ്ക്കിടയിൽ ഒരു കമ്പിളി വെച്ചുകൊണ്ട് പരസ്പരം ഉരസുക. കമ്പിളി മാറ്റുക. ബലൂണുകൾ തമ്മിൽ വികർഷിക്കുന്നില്ല എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ കൊടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്പിളി കൊണ്ട് ഉരസുമ്പോൾ ബലൂണുകൾക്ക് ഏത് ചാർജ് ആണ് ലഭിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ് കേട്ടോ ബലൂണുകൾക്ക് ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത്? നെഗറ്റീവ് ചാർജ് കമ്പിളിയിൽ നിന്ന് ഇലക്ട്രോണുകൾ ബലൂണിലേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ കമ്പിളി കൊണ്ട് ഉരസുമ്പോൾ ബലൂണുകൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ കമ്പിളിയിൽ നിന്ന് ഇലക്ട്രോണുകൾ ബലൂണിലേക്ക് പ്രവഹിക്കുന്നതിനാലാണ് ഇവിടെ നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്. ബലൂണുകൾക്ക് ലഭിക്കുന്ന ചോദിച്ചാൽ അത് നെഗറ്റീവ് ചാർജ് ആണ് കേട്ടോ. ഇനി ഇവിടെ കൊടുത്ത് പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇവ പരസ്പരം വികർഷിക്കുന്നതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അതായത് ബലൂണുകൾ പരസ്പരം വികർഷിക്കുന്നതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ബലൂണുകൾക്ക് രണ്ട് ബലൂണിനും ഒരേ ചാർജ് ആണുള്ളത്. അപ്പൊ ആ ഒരേ ചാർജ് ഉള്ളതിനെയാണ് നമ്മൾ സജാതീയ ചാർജുകൾ എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവും അതുപോലെ നെഗറ്റീവും ഇങ്ങനെ ഒരേ ചാർജ് വരുമ്പോഴാണ് അത് സജാതീയ ചാർജുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സജാതീയ ചാർജുകൾ വികർഷിക്കുന്നു, ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സജാതീയ ചാർജുകൾ ഒരേ ചാർജുകൾ വികർഷിക്കുകയാണ് ചെയ്യുക കേട്ടോ. ആകർഷിക്കല്ല, വികർഷിക്കുകയാണ് ചെയ്യുക. കമ്പിളിയുടെ ഉരസിയ ഭാഗം ബലൂണിനടുത്ത് കൊണ്ടുവരൂ. എന്ത് നിരീക്ഷിക്കുന്നു? ബലൂൺ ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് കമ്പിളിക്ക് പോസിറ്റീവ് ചാർജും അതുപോലെ
പിന്നെ ബലൂണിന് നെഗറ്റീവ് ചാർജും ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കമ്പിളിയുടെ ഉരസിയ ഭാഗം ബലൂണിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ബലൂൺ അതിലേക്ക് ആകർഷിക്കപ്പെടുക ചെയ്യുന്നത് അല്ലെ. ബലൂണിനും കമ്പിളിക്കും വ്യത്യസ്ത ചാർജാണുള്ളത്. ഓക്കെ, ഉരസിയ ശേഷം കമ്പിളിക്ക് ഏത് ചാർജാണ് ലഭിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ് കേട്ടോ. ഇനി ഇവ ആകർഷിക്കപ്പെടുന്നതിൽ നിന്നും എന്ത് മനസ്സിലാക്കാൻ കഴിയും? വിജാതീയ ചാർജുകൾ ആകർഷിക്കുന്നു. വിജാതീയ ചാർജുകൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്, അതായത് പോസിറ്റീവും നെഗറ്റീവും ഇങ്ങനെയുള്ള അതിനാണ് വിജാതീയ ചാർജുകൾ എന്ന് പറയുന്നത്. ആകർഷിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇവിടെ കൊടുത്തത് ചാർജ് ഇല്ലാത്ത, അതായത് ന്യൂട്രൽ വസ്തുക്കളെ ചാർജ് ഉള്ള വസ്തുക്കളെ ആകർഷിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടെത്താനായിട്ട് ഇവിടെ ഒരു പരീക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ചാർജ് ഉള്ള വസ്തുക്കൾക്ക് ന്യൂട്രൽ വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ചാർജ് ഉള്ള വസ്തുക്കൾക്ക് ന്യൂട്രൽ വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇനി വസ്തുക്കളുടെ ചാർജ് സ്ഥിരീകരിക്കാനുള്ള ഏറ്റവും യോജിച്ച സൂചന ആകർഷകമാണോ വികർഷണമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അവ രണ്ടിനും ചാർജ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാമോ? വികർഷിക്കപ്പെടുന്നുണ്ടെങ്കിലോ? രണ്ട് വസ്തുക്കളുടെ ചാർജ് സ്ഥിരീകരിക്കാനുള്ള ഏറ്റവും യോജിച്ച സൂചന ആകർഷണമല്ല വികർഷണമാണ് എന്നാണ് കേട്ടോ. ഈ മോള് ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. രണ്ട് വസ്തുക്കളുടെ ചാർജ് സ്ഥിരീകരിക്കാനുള്ള ഏറ്റവും യോജിച്ച സൂചന ആകർഷണമല്ല വികർഷണമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സജാതീയ ചാർജ് എന്താ ചെയ്യുന്നത്? സജാതീയ ചാർജുകൾ വികർഷിക്കുകയും അതുപോലെ എന്താണ് വിജാതീയ ചാർജുകൾ ആകർഷിക്കുകയാണ് ചെയ്യുക. ഇപ്പൊ രണ്ട് വസ്തുക്കൾക്ക് ചാർജ് ഏതെന്ന് മനസ്സിലാക്കാനായിട്ട് രണ്ട് വസ്തുക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വികർഷണമാണ് സൂചന കൂടുതലായിട്ട് യോജിച്ച സൂചന എന്താ? വികർഷണമാണെന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ചാർജ് ഉള്ള വസ്തുക്കൾക്ക് ന്യൂട്രൽ വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്താണ് ആകർഷണം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ന്യൂട്രലും ഒന്ന് അഥവാ പോസിറ്റീവ് ചാർജും ആണെങ്കിൽ എന്താണ് അത് നമുക്ക് രണ്ടിനും ചാർജ് ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അപ്പൊ വികർഷണം, അതായത് ന്യൂട്രൽ വസ്തുക്കളെ വികർഷിക്കുന്നില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ എന്താണ് രണ്ട് വസ്തുക്കളുടെ ചാർജ് സ്ഥിരീകരിക്കാനുള്ള ഏറ്റവും യോജിച്ച മാർഗം വികർഷണമാണ് കേട്ടോ. അടുത്തത് സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ചാർജുകളുടെ സാന്നിധ്യമോ ഒഴുക്കോ കാരണം ഉണ്ടാകുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺ കൈമാറ്റം വഴി വസ്തുക്കളെ ചാർജ് ഉള്ളവയാക്കി മാറ്റുന്ന പ്രക്രിയയെ വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ് എന്ന് പറയുന്നു. എന്താണ്? ഇലക്ട്രോൺ കൈമാറ്റം വഴി വസ്തുക്കളെ ചാർജ് ഉള്ളവയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ് എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ആണല്ലോ ഇൻസുലേറ്ററുകൾ. ഇൻസുലേറ്ററുകൾ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ്. ഇവയിൽ ചാർജ് ശേഖരിക്കപ്പെട്ടാൽ അത് ഒഴുകാൻ കഴിയാതെ ഒരേ സ്ഥലത്ത് തന്നെ തങ്ങി നിൽക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന വൈദ്യുതിയാണ് സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്ഥിത വൈദ്യുതി? ഇൻസുലേറ്ററുകൾ എന്ന് പറഞ്ഞു കണ്ടക്ടറുകളും ഇൻസുലേറ്ററുകളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത് കേട്ടോ. വൈദ്യുതി കടത്തി വിടുന്നവയെ കണ്ടക്ടേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻസുലേറ്ററുകളിൽ ചാർജ് ശേഖരിക്കപ്പെട്ടാൽ അത് പിന്നെ ഒഴുകാൻ കഴിയാതെ ഒരു സ്ഥലത്ത് തന്നെ തങ്ങി നിൽക്കും. ഇങ്ങനെ ലഭിക്കുന്ന വൈദ്യുതിയാണ് സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്ത് നോക്കാം. വൈദ്യുത ചാർജ് ഒഴുകാൻ കഴിയാതെ ഒരേ സ്ഥലത്തു തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയെ സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് സ്ഥിത വൈദ്യുതി? വൈദ്യുത ചാർജ് ഒഴുകാൻ കഴിയാതെ ഒരേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയാണ് സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സമ്പർക്കം വഴിയുള്ള, നമ്മൾ ഇത്രയും ഉരസൽ വഴിയുള്ള ചാർജിങ് രീതിയാണ് അല്ലെ. ഇനി സമ്പർക്കം വഴിയുള്ള ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനായിട്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഉള്ള ഈ ഒരു ബോക്സ് കൊടുത്തു നോക്കാം. സ്ഥിത വൈദ്യുതിയും അന്തരീക്ഷ ആർദ്രതയും. അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവാണ് ആർദ്രത. എന്താണ് ആർദ്രത? അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവാണ് ആർദ്രത. ഇത് സ്ഥിത വൈദ്യുതിയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉയർന്ന ആർദ്രതയിൽ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവ് കൂടുതലാണ്. ഇത് ചുറ്റുമുള്ള വായുവിനെ ചാലകമാക്കുന്നതിനാൽ വസ്തുക്കളിലെ സ്റ്റാറ്റിക് ചാർജുകൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നു. അതിനാൽ അന്തരീക്ഷ ആർദ്രത കൂടുമ്പോൾ വസ്തുക്കളിൽ സ്റ്റാറ്റിക് ചാർജുകൾ നിലനിർത്താൻ കഴിയും. അതേസമയം കുറഞ്ഞ ആർദ്രതയിൽ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവ് കുറവാണ്. ഇത് വസ്തുക്കളിൽ ചാർജുകൾ കുമിഞ്ഞുകൂടാൻ സഹായിക്കുന്നു.
അന്തരീക്ഷ ആർദ്രത കുറവുള്ള ഭൂപ്രദേശങ്ങളിൽ സ്റ്റാറ്റിക് ചാർജുകളുടെ പ്രഭാവം വളരെ സാധാരണമാണെന്നാ പറയുന്നത്. അപ്പൊ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവാണ് ആർദ്രത എന്ന് പറയുന്നത്. ഇതെന്താണ് ഈ ഒരു സ്ഥിതവൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് എന്താണ്, ഉയർന്ന ആർദ്രതയിൽ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവ് കൂടുതലായിരിക്കും കേട്ടോ. ഇത് ചുറ്റുമുള്ള വായുവിനെ ചാലകമാക്കുന്നതിനാൽ വസ്തുക്കളിലെ സ്റ്റാറ്റിക് ചാർജുകൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഓക്കെ, അതിനാൽ അന്തരീക്ഷത്തിൽ ആർദ്രത കൂടുമ്പോൾ വസ്തുക്കളിലെ സ്റ്റാറ്റിക് ചാർജുകൾ നിലനിർത്താൻ കഴിയില്ല. അതേസമയം കുറഞ്ഞ ആർദ്രതയിൽ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവ് കുറവാണ്. അതുകൊണ്ട് എന്താണ്, വസ്തുക്കളിലെ ചാർജുകൾ നഷ്ടപ്പെട്ടു പോവില്ല, അത് ഇവിടെ കുമിഞ്ഞുകൂടാൻ സഹായിക്കുന്നുണ്ട്. അന്തരീക്ഷ ആർദ്രത കുറവുള്ള ഭൂപ്രദേശങ്ങളിൽ സ്റ്റാറ്റിക് ചാർജുകളുടെ പ്രഭാവം വളരെ സാധാരണമാണ്. എന്താ പറഞ്ഞ, അന്തരീക്ഷ ആർദ്രത കുറവുള്ള പ്രദേശങ്ങളിൽ സ്റ്റാറ്റിക് ചാർജുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ, കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, സമ്പർക്കം വഴിയുള്ള ചാർജിങ് ആണ്. ചാർജുള്ള വസ്തുക്കൾ കൊണ്ട് സ്പർശിച്ച് മറ്റു വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന രീതിയാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ് അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ സമ്പർക്കത്തിൽ വരുന്ന രണ്ട് വസ്തുക്കൾക്കും സമാന ചാർജ് ആയിരിക്കും. അപ്പൊ ചാർജ് ഉള്ള വസ്തുക്കൾ കൊണ്ട് സ്പർശിച്ച് മറ്റു വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന രീതിയാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ്. ഇവിടെ എന്താണ്, സമ്പർക്കത്തിൽ വരുന്ന രണ്ട് വസ്തുക്കൾക്കും ഒരേ ചാർജ് ആയിരിക്കും. ഈ ഒരു സ്ഥിതവൈദ്യുതി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് ഇനി പറയുന്നത്. ഉരസുകയോ തൊടുകയോ ചെയ്യുമ്പോൾ എല്ലാം വസ്തുക്കളിൽ വൈദ്യുത ചാർജ് ശേഖരിക്കപ്പെടാം. സ്ഥിതവൈദ്യുതി പ്രയോജനപ്പെടുത്തുന്ന എവിടെയെല്ലാമാണ് പദാർത്ഥങ്ങൾക്ക് അനുയോജ്യമായ ചാർജ് നൽകി വിവിധ സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നത് ചിത്രത്തിൽ നോക്ക് പഠനക്കുറിപ്പ് കുട്ടികളോട് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ എന്താണ്, സ്ഥിതവൈദ്യുതി പ്രയോജനപ്പെടുത്തുന്ന എവിടെയെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ കൊടുത്തത് ചാർജ് ഇല്ലാത്ത, അതായത് ന്യൂട്രൽ വസ്തുക്കളെ ചാർജ് ഉള്ള വസ്തുക്കളെ ആകർഷിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടെത്താനായിട്ട് ഇവിടെ ഒരു പരീക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നോക്കാം. ചാർജ് ഉള്ള വസ്തുക്കൾക്ക് ന്യൂട്രൽ വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ചാർജ് ഉള്ള വസ്തുക്കൾക്ക് ന്യൂട്രൽ വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇനി വസ്തുക്കളുടെ ചാർജ് സ്ഥിരീകരിക്കാനുള്ള ഏറ്റവും യോജിച്ച സൂചന ആകർഷകമാണോ വികർഷണമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നുവെങ്കിൽ അവ രണ്ടിനും ചാർജ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാമോ? വികർഷിക്കപ്പെടുന്നുണ്ടെങ്കിലോ? രണ്ട് വസ്തുക്കളുടെ ചാർജ് സ്ഥിരീകരിക്കാനുള്ള ഏറ്റവും യോജിച്ച സൂചന ആകർഷണമല്ല വികർഷണമാണ് എന്നാണ് കേട്ടോ. ഈ മോള് ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. രണ്ട് വസ്തുക്കളുടെ ചാർജ് സ്ഥിരീകരിക്കാനുള്ള ഏറ്റവും യോജിച്ച സൂചന ആകർഷണമല്ല വികർഷണമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, സജാതീയ ചാർജ് എന്താ ചെയ്യുന്നത്, സജാതീയ ചാർജുകൾ വികർഷിക്കുകയും അതുപോലെ എന്താണ്, വിജാതീയ ചാർജുകൾ ആകർഷിക്കുകയാണ് ചെയ്യുക. ഇപ്പൊ രണ്ട് വസ്തുക്കൾക്ക് ചാർജ് ഏതെന്ന് മനസ്സിലാക്കാനായിട്ട് രണ്ട് വസ്തുക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വികർഷണമാണ് സൂചന കൂടുതലായിട്ട് യോജിച്ച സൂചന എന്താ, വികർഷണമാണെന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ചാർജ് ഉള്ള വസ്തുക്കൾക്ക് ന്യൂട്രൽ വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്താണ്, ആകർഷണം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ന്യൂട്രലും ഒന്ന് അഥവാ പോസിറ്റീവ് ചാർജും ആണെങ്കിൽ എന്താണ്, അത് നമുക്ക് രണ്ടിനും ചാർജ് ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അപ്പൊ വികർഷണം, അതായത് ന്യൂട്രൽ വസ്തുക്കളെ വികർഷിക്കുന്നില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ എന്താണ്, രണ്ട് വസ്തുക്കളുടെ ചാർജ് സ്ഥിരീകരിക്കാനുള്ള ഏറ്റവും യോജിച്ച മാർഗം വികർഷണമാണ് കേട്ടോ. അടുത്തത് സ്ഥിത വൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ചാർജുകളുടെ സാന്നിധ്യമോ ഒഴുക്കോ കാരണം ഉണ്ടാകുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺ കൈമാറ്റം വഴി വസ്തുക്കളെ ചാർജ് ഉള്ളവയാക്കി മാറ്റുന്ന പ്രക്രിയയെ വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ് എന്ന് പറയുന്നു. എന്താണ്, ഇലക്ട്രോൺ കൈമാറ്റം വഴി വസ്തുക്കളെ ചാർജ് ഉള്ളവയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വൈദ്യുതീകരണം അല്ലെങ്കിൽ ചാർജിങ് എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ആണല്ലോ ഇൻസുലേറ്ററുകൾ. ഇൻസുലേറ്ററുകൾ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ്. ഇവയിൽ ചാർജ് ശേഖരിക്കപ്പെട്ടാൽ അത് ഒഴുകാൻ കഴിയാതെ ഒരേ സ്ഥലത്ത് തന്നെ തങ്ങി നിൽക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന വൈദ്യുതിയാണ് സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്ഥിത വൈദ്യുതി? ഇൻസുലേറ്ററുകൾ എന്ന് പറഞ്ഞു കണ്ടക്ടറുകളും ഇൻസുലേറ്ററുകളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്, വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ എന്ന് പറയുന്നത് കേട്ടോ. വൈദ്യുതി കടത്തി വിടുന്നവയെ കണ്ടക്ടേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഇൻസുലേറ്ററുകളിൽ ചാർജ് ശേഖരിക്കപ്പെട്ടാൽ അത് പിന്നെ ഒഴുകാൻ കഴിയാതെ ഒരു സ്ഥലത്ത് തന്നെ തങ്ങി നിൽക്കും. ഇങ്ങനെ ലഭിക്കുന്ന വൈദ്യുതിയാണ് സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്ത് നോക്കാം. വൈദ്യുത ചാർജ് ഒഴുകാൻ കഴിയാതെ ഒരേ സ്ഥലത്തു തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയെ സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നു.
ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് സ്ഥിതവൈദ്യുതി? വൈദ്യുത ചാർജ് ഒഴുകാൻ കഴിയാതെ ഒരേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുതിയാണ് സ്ഥിതവൈദ്യുതി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സമ്പർക്കം വഴിയുള്ള, നമ്മൾ ഇത്രയും ഉരസൽ വഴിയുള്ള ചാർജിങ് രീതിയാണ് അല്ലെ. ഇനി സമ്പർക്കം വഴിയുള്ള ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനായിട്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഉള്ള ഈ ഒരു ബോക്സ് കൊടുത്തു നോക്കാം. സ്ഥിതവൈദ്യുതിയും അന്തരീക്ഷ ആർദ്രതയും. അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവാണ് ആർദ്രത. എന്താണ് ആർദ്രത? അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവാണ് ആർദ്രത. ഇത് സ്ഥിതവൈദ്യുതിയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉയർന്ന ആർദ്രതയിൽ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവ് കൂടുതലാണ്. ഇത് ചുറ്റുമുള്ള വായുവിനെ ചാലകമാക്കുന്നതിനാൽ വസ്തുക്കളിലെ സ്റ്റാറ്റിക് ചാർജുകൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നു. അതിനാൽ അന്തരീക്ഷ ആർദ്രത കൂടുമ്പോൾ വസ്തുക്കളിൽ സ്റ്റാറ്റിക് ചാർജുകൾ നിലനിർത്താൻ കഴിയും. അതേസമയം കുറഞ്ഞ ആർദ്രതയിൽ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവ് കുറവാണ്. ഇത് വസ്തുക്കളിൽ ചാർജുകൾ കുമിഞ്ഞുകൂടാൻ സഹായിക്കുന്നു. അന്തരീക്ഷ ആർദ്രത കുറവുള്ള ഭൂപ്രദേശങ്ങളിൽ സ്റ്റാറ്റിക് ചാർജുകളുടെ പ്രഭാവം വളരെ സാധാരണമാണെന്നാ പറയുന്നത്. അപ്പൊ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവാണ് ആർദ്രത എന്ന് പറയുന്നത്. ഇതെന്താണ്? ഈ ഒരു സ്ഥിതവൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് എന്താണ്? ഉയർന്ന ആർദ്രതയിൽ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവ് കൂടുതലായിരിക്കും കേട്ടോ. ഇത് ചുറ്റുമുള്ള വായുവിനെ ചാലകമാക്കുന്നതിനാൽ വസ്തുക്കളിലെ സ്റ്റാറ്റിക് ചാർജുകൾ നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഓക്കെ. അതിനാൽ അന്തരീക്ഷത്തിൽ ആർദ്രത കൂടുമ്പോൾ വസ്തുക്കളിലെ സ്റ്റാറ്റിക് ചാർജുകൾ നിലനിർത്താൻ കഴിയില്ല. അതേസമയം കുറഞ്ഞ ആർദ്രതയിൽ അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിന്റെ അളവ് കുറവാണ്. അതുകൊണ്ട് എന്താണ്? വസ്തുക്കളിലെ ചാർജുകൾ നഷ്ടപ്പെട്ടു പോവില്ല. അത് ഇവിടെ കുമിഞ്ഞുകൂടാൻ സഹായിക്കുന്നുണ്ട്. അന്തരീക്ഷ ആർദ്രത കുറവുള്ള ഭൂപ്രദേശങ്ങളിൽ സ്റ്റാറ്റിക് ചാർജുകളുടെ പ്രഭാവം വളരെ സാധാരണമാണ്. എന്താ പറഞ്ഞ? അന്തരീക്ഷ ആർദ്രത കുറവുള്ള പ്രദേശങ്ങളിൽ എന്താണ്? സ്റ്റാറ്റിക് ചാർജുകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. കൂടുതലാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? സമ്പർക്കം വഴിയുള്ള ചാർജിങ് ആണ്. ചാർജുള്ള വസ്തുക്കൾ കൊണ്ട് സ്പർശിച്ച് മറ്റു വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന രീതിയാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ് അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ സമ്പർക്കത്തിൽ വരുന്ന രണ്ട് വസ്തുക്കൾക്കും സമാന ചാർജ് ആയിരിക്കും. അപ്പൊ ചാർജ് ഉള്ള വസ്തുക്കൾ കൊണ്ട് സ്പർശിച്ച് മറ്റു വസ്തുക്കളെ ചാർജ് ചെയ്യുന്ന രീതിയാണ് സമ്പർക്കം വഴിയുള്ള ചാർജിങ്. ഇവിടെ എന്താണ്? സമ്പർക്കത്തിൽ വരുന്ന രണ്ട് വസ്തുക്കൾക്കും ഒരേ ചാർജ് ആയിരിക്കും. ഈ ഒരു സ്ഥിതവൈദ്യുതി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് ഇനി പറയുന്നത്. നമുക്ക് നോക്കാം സ്ഥിതവൈദ്യുതി പ്രയോജനപ്പെടുത്തുന്നത് എവിടെയെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മുന്നോട്ട് പഠിക്കാനുള്ളത് ഇതാണ്. എന്തൊക്കെയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പെയിന്റിംഗ്, സ്പ്രേയിങ്, അതുപോലെ അതായത് എന്താണ്? കാറുകൾക്കും അതുപോലെയുള്ള ലോഹ വസ്തുക്കൾക്കൊക്കെ പെയിന്റിംഗ് എടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇലക്ട്രോസ്റ്റാറ്റിക് പെയിന്റിംഗ്, സ്പ്രേയിങ്. ഇതിൽ നമ്മുടെ ഈ ഒരു സ്ഥിത വൈദ്യുതിയെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അതുപോലെ കപ്പാസിറ്ററുകൾ, പിന്നെ സ്മോക്ക് പ്രസിപിറ്റേറ്ററുകൾ, ഇതിലൊക്കെ എന്താണ്? ഇനി അങ്ങോട്ട് ഓരോന്നും നോക്കാം. കപ്പാസിറ്ററുകളൊക്കെ പറയുന്നുണ്ട്. ഇനി ഫോട്ടോ കോപ്പിയർ മെഷീനെ പറ്റിയാണ്. ഓക്കെ. ഇവിടെ എന്താ കൊടുത്തില്ലേ? കോപ്പി എടുക്കേണ്ട പേപ്പർ, പിന്നെ അതുപോലെ എന്താണ്? ഡ്രമ്മ്, പിന്നെ പ്രകാശ സ്രോതസ്, അതുപോലെ പ്രിന്റ് ചെയ്യപ്പെട്ട പേപ്പർ, ഡോണർ, ചാർജ് ചെയ്യപ്പെട്ട പേപ്പർ, പുതിയ പേപ്പർ ലോഡ് ചെയ്യുന്ന ട്രേ. ഇത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ഫോട്ടോ കോപ്പിയർ മെഷീന്റെ പ്രധാന ഭാഗം ഒരു ഫോട്ടോ കണ്ടക്റ്റീവ് ഡ്രം ആണ്. ഡ്രമ്മിന്റെ ഉപരിതലത്തിൽ ഒരു സ്റ്റാറ്റിക് പോസിറ്റീവ് ചാർജ് എപ്പോഴും നിലനിർത്തിയിട്ടുണ്ടാകും. കോപ്പി ചെയ്യേണ്ട പ്രമാണം ഡ്രമ്മിന്റെ മുകളിലേക്ക് ഗ്ലാസ് പ്ലേറ്റിൽ വെച്ച ശേഷം തീവ്രമായ പ്രകാശം പതിപ്പിക്കുന്നു. പ്രമാണത്തിന്റെ വെള്ള ഭാഗങ്ങളിൽ നിന്ന് പ്രകാശം പ്രതിഫലിക്കുകയും ഡ്രമ്മിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതോടെ പ്രകാശം പതിക്കുന്ന ഡ്രമ്മിന്റെ ഭാഗങ്ങൾ വൈദ്യുത ചാലകമായി മാറുകയും ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ പ്രമാണത്തിലെ ഇരുണ്ട അക്ഷരങ്ങൾ, ചിത്രങ്ങളും പ്രകാശം പ്രതിഫലിപ്പിക്കുന്നില്ല. അതിനാൽ ഡ്രമ്മിന്റെ ഉപരിതലത്തിൽ പ്രകാശം പതിക്കാത്ത ഭാഗങ്ങൾ ഇപ്പോഴും പോസിറ്റീവ് ചാർജ് നിലനിർത്തുന്നു. ഇങ്ങനെ ഡ്രമ്മിന്റെ ഉപരിതലത്തിൽ അക്ഷരങ്ങളുടെയും ചിത്രങ്ങളുടെയും രൂപത്തിൽ പോസിറ്റീവ് ചാർജുകളുടെ ഒരു വിതരണം രൂപപ്പെടുന്നു. നെഗറ്റീവ് ചാർജ് നൽകിയിട്ടുള്ള ഡോണർ കണങ്ങൾ ഉപയോഗിച്ചാണ് പോസിറ്റീവ് ചാർജുകളുടെ ഈ ഒരു വിതരണം ദൃശ്യമാകുന്നത്. ഇവ ഡ്രമ്മിന്റെ ഉപരിതലത്തിലൂടെ കടത്തിവിടുമ്പോൾ ആകർഷണം മൂലം പോസിറ്റീവ് ചാർജ് വിതരണത്തിനനുസരിച്ച് പറ്റിപ്പിടിക്കുന്നു. ഇതുവഴി ഡ്രമ്മിന്റെ ഉപരിതലത്തിൽ പ്രമാണത്തിന്റെ ചിത്രം ദൃശ്യമാകുന്നു. ഒരു പുതിയ കടലാസ് ഡ്രമ്മിന്റെ അടുത്തേക്ക് നീങ്ങുകയാണെങ്കിൽ ഈ ഒരു കടലാസ് ശക്തമായ പോസിറ്റീവ് ചാർജ് നൽകിയിട്ടുണ്ടാവും. ഇത് കാരണം ഡ്രമ്മിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡോണർ കണങ്ങൾ കടലാസിലേക്ക് ആകർഷിക്കപ്പെടുകയും ചിത്രം കടലാസിലേക്ക് പതിക്കുകയും ചെയ്യുന്നു. കടലാസ് ഫ്യൂസർ യൂണിറ്റ്
യൂണിറ്റിലൂടെ കടത്തിവിട്ട് ഡോണർ കണങ്ങളെ അതിൽ സ്ഥിരമായി പതിപ്പിക്കുന്നു. പ്രമാണങ്ങളുടെ തനി പകർപ്പുകൾ സൃഷ്ടിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഫോട്ടോ കോപ്പി മെഷീനുകൾ പ്രവർത്തിക്കുന്നത് എന്താ, സ്ഥിതവൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അപ്പൊ പേപ്പറിലെ കറുത്ത ഭാഗങ്ങളിൽ, അതായത് അക്ഷരങ്ങളിൽ സ്ഥിതവൈദ്യുതി ഉപയോഗിച്ച് മഷിപ്പൊടി ഒട്ടിപ്പിടിച്ചാണ് കോപ്പികൾ തയ്യാറാക്കുന്നത്. ഇനി സ്ഥിതവൈദ്യുതി ദോഷകരമാകുന്ന സന്ദർഭങ്ങളാണ്. ദൂരയാത്രകളിൽ വായുവുമായുള്ള ഉരസൽ മൂലം വാഹനങ്ങളിലും യാത്രക്കാരുടെ ശരീരത്തിലും ചാർജ് ശേഖരിക്കപ്പെടാം. ഇത്തരം ചാർജുകൾ മറ്റു വസ്തുക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയില്ലേ. അപ്പൊ ചിത്രങ്ങൾ കാണിച്ചിരിക്കുന്ന രണ്ട് സന്ദർഭങ്ങളും ഇവിടെ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തത് എന്താണ്, ഒരു ഡോർ നോബിൽ തൊടുമ്പോൾ വിരലുകളിൽ ചെറിയ സ്പാർക്ക് രൂപപ്പെടുന്നതായും കാണിച്ചിരിക്കുന്നത്. ഇതിനുള്ള കാരണങ്ങൾ എന്താണ്, ചാർജ് കൈമാറ്റാണ് അല്ലെ. അതുപോലെ ചാർജ് ശേഖരിച്ച ഒരു വ്യക്തി ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ തൊട്ടാൽ ചാർജ് പ്രവഹിക്കുന്നത് മൂലം പ്രവഹിക്കുന്നതാണ് ഈ ഒരു ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഇത് സർക്യൂട്ടിലെ ഇലക്ട്രോണിക് ഘടകങ്ങളെ കേടുവരുത്താൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എർത്തിങ് എന്താണെന്നാണ്. ചാർജ് ചെയ്തൊരു പ്ലാസ്റ്റിക് പേനയോ സ്കെയിലോ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുമല്ലോ. ഈ പേനയോ സ്കെയിലോ നിലത്ത് മുട്ടിച്ചു നോക്കൂ, അപ്പോൾ ആകർഷിക്കുന്നുണ്ടോന്നാണ്. ആകർഷിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു വസ്തുവിനെ ഇങ്ങനെ ഭൂമിയിൽ സമ്പർക്കത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചാർജ് ഉള്ളൊരു വസ്തുവിനെ ഭൂമിയുമായിട്ട് സമ്പർക്കത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത്. എർത്തിങ്ങിന്റെ ചിഹ്നമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. എർത്തിങ്ങിലൂടെ വസ്തുവിന് ചാർജ് നഷ്ടമാകുന്നു. എന്താണ് ഇതിന് കാരണം? ഭൂമി ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കുക, ഭൂമി ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. അതിന്റെ വലിപ്പവും ചാലകതയും കാരണം ഇലക്ട്രോണുകളെ യഥേഷ്ടം നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ഭൂമിക്ക് കഴിയും. അതിനാൽ ചാർജ് ഉള്ള വസ്തുക്കൾ എർത്ത് ചെയ്യുമ്പോൾ നിർവീര്യമാക്കപ്പെടുന്നു. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെയുള്ള ചാർജുള്ള വസ്തുക്കൾ എർത്തിങ് ചെയ്യുമ്പോൾ നിർവീര്യമാക്കപ്പെടുന്നത് എങ്ങനെയാണ്. ഈ ഞാൻ മനസ്സിലാക്കാനായിട്ട് താഴെ കൊടുത്ത ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് പോസിറ്റീവ് ചാർജുള്ള വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് ഇലക്ട്രോൺ വസ്തുവിലേക്ക് പ്രവഹിക്കുകയും അതിനെ നിർവീര്യമാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ നെഗറ്റീവ് ചാർജുള്ള വസ്തുവിനെ എർത്തിങ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു വസ്തുവിന് അധികമുള്ള ഇലക്ട്രോണുകൾ ഭൂമിയിലേക്ക് പ്രവഹിക്കുകയും അതുപോലെ നിർവീര്യമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, പോസിറ്റീവ് ചാർജുള്ള വസ്തു വെക്കുമ്പോൾ എന്താണ്, എർത്ത് ചെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് ഇലക്ട്രോണ് വസ്തുവിലേക്ക് പ്രവഹിക്കുകയും അങ്ങനെ നിർവീര്യമാക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ എന്താണ്, നെഗറ്റീവ് ചാർജുള്ള വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ എന്താണ്, വസ്തുവിൽ അധികമുള്ള ഇലക്ട്രോണുകൾ ഭൂമിയിലേക്ക് പ്രവഹിക്കുകയും വസ്തു നിർവീര്യമാകുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി പാർക്കിലെ റൈഡിലൂടെ നിരങ്ങി വരുന്ന ഒരു കുട്ടിയെ നിരീക്ഷിക്കൂ. ഇതിൽ കുട്ടിയുടെ തലമുടി അസാധാരണമായി ഉയർന്നു നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ തലമുടിയിൽ ചാർജ് സ്വരൂപിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഉരസൽ വഴിയാണോ സമ്പർക്കം വഴിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഉരസൽ വഴിയാണ്, അതായത് സ്ലൈഡും ശരീരവും തമ്മിലുള്ള ഘർഷണം മൂലം മുടി ചാർജ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഉരസൽ വഴിയാണ്. ഇനി അടുത്തത്, ചാർജ് നിർവീര്യമാക്കുന്നതിന് ഒരു മാർഗം നിർദ്ദേശിക്കാമോ എന്നാണ് പറയുന്നത്. നിർവീര്യമാക്കുന്നതിന് ഒരു മാർഗം നിർദ്ദേശിക്കുക. അതായത് എർത്തിങ് വസ്തുവിനെ ഒരു ചാലകം വഴി ഭൂമിയുമായി ബന്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് സ്പർശിക്കുകയോ ചെയ്യുക. അതായത് ഒരു വസ്തുവിനെ എന്താണ്, ഒരു ചാലകം വഴി ഭൂമിയുമായി ബന്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് സ്പർശിക്കുകയോ ചെയ്യുന്നതാണ് ഈ ഒരു എർത്തിങ്, അതായത് ചാർജ് നിർവീര്യമാക്കുന്നതിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട മാർഗം. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുമ്പോൾ വൈദ്യുത ചാർജ് ശേഖരിക്കപ്പെടാം. ഇത് നിർവീര്യമാക്കുന്നത് എർത്തിങ്ങിലൂടെയാണ്. റിപ്പയർ ചെയ്യുന്നവർ ധരിക്കുന്ന ആന്റി സ്റ്റാറ്റിക് കയ്യുറകൾ അനുയോജ്യമായി എർത്തിങ് ചെയ്തവയായിരിക്കും. മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്നവർ ആന്റി സ്റ്റാറ്റിക് കയ്യുറ ധരിക്കുന്നതിന് കാരണം ഇതന്നെയാണ് കേട്ടോ. ഇനി സ്ഥിത വൈദ്യുതി അപകടകരമാകുന്ന ചില സന്ദർഭങ്ങൾ നമ്മൾ കണ്ടു. ഇതുപോലെ സന്ദർഭങ്ങളിലെല്ലാം എർത്തിങ്ങിനുള്ള സംവിധാനം എന്നാണ് അത് കണ്ടെത്താനാണ് കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രേരണം മുഖേനയുള്ള ചാർജിങ് ആണ് കേട്ടോ. ഇൻസുലേറ്റർ സ്റ്റാൻഡിൽ ഉറപ്പിച്ച ലോഹഗോളത്തിനടുത്തേക്ക് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു റോഡ് കൊണ്ടുവരുന്ന ചിത്രമാണ് കേട്ടോ. അപ്പൊ ടീച്ചർ നെഗറ്റീവ് ചാർജ് ഉള്ള റോഡ് ഇങ്ങനെ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങളുടെ നിഗമനങ്ങൾ എഴുതുന്നതാണ്. അപ്പൊ എന്താണ്, ഇൻസുലേറ്റർ സ്റ്റാൻഡിൽ ഉറപ്പിച്ച ലോഹഗോളത്തിനടുത്തേക്ക് നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു റോഡ് കൊണ്ടുവരുന്ന ചിത്രമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, എന്താണ്,
ലോഹഗോളത്തിനടുത്തേക്ക് നെഗറ്റീവ് ചാർജുള്ള റോഡ് കൊണ്ടുവരുന്നു. നിഗമനം ലോഹഗോളത്തിൽ ചാർജുകളുടെ പുനഃക്രമീകരണം നടക്കുന്നു. കാരണം ലോഹഗോളത്തിലെ ഇലക്ട്രോണുകൾ ഗ്ലാസ് റോഡിൽ നിന്ന് അകലേക്ക് വികർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? ലോഹഗോളം എർത്ത് ചെയ്യുമ്പോൾ ലോഹഗോളത്തിന് താൽക്കാലികമായി പോസിറ്റീവ് ചാർജ് ലഭിക്കുകയും ഗോളത്തിലെ ഇലക്ട്രോണുകൾ എർത്തിങ് ചെയ്യുന്നതിനാൽ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ചാർജ് ഉള്ളൊരു വസ്തുവിനെ പ്രേരണയാൽ സമ്പർക്കരഹിതമായ മറ്റൊരു വസ്തുവിനെ ചാർജ് ചെയ്യുന്ന രീതിയാണ് പ്രേരണം മുഖേനയുള്ള ചാർജിങ്. എന്താണ്? ചാർജ് ഉള്ള ഒരു വസ്തുവിന്റെ പ്രേരണയാൽ സമ്പർക്കരഹിതമായ മറ്റൊരു വസ്തുവിനെ ചാർജ് ചെയ്യുന്ന രീതിയാണ് പ്രേരണം മുഖേനയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. അടുത്തത് ഇലക്ട്രോസ്കോപ്പ് ആണ്. എന്തൊക്കെ ഭാഗങ്ങളാണ് ഇലക്ട്രോസ്കോപ്പിൽ? ഫസ്റ്റ് ലോഹഗോളം, പിന്നെ ഗ്ലാസ് ജാർ, ലോഹജാലകം, സ്വർണ്ണതളങ്ങൾ, ഇതൊക്കെ ഇലക്ട്രോസ്കോപ്പിലെ ഭാഗങ്ങളാണ് അല്ലെ. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് എന്താണ്? വൈദ്യുത ചാർജുള്ള ഒരു വസ്തു ഇലക്ട്രോസ്കോപ്പിന്റെ ലോഹഗോളത്തിന് സമീപം കൊണ്ടുവരുമ്പോൾ അതിന്റെ ദളങ്ങൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുന്നു. എന്നാൽ ന്യൂട്രൽ വസ്തുക്കൾ ദളങ്ങളിൽ യാതൊരു ചലനവും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ചാർജിങ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ വൈദ്യുത ചാർജുള്ള ഒരു വസ്തു ഇലക്ട്രോസ്കോപ്പിന്റെ ലോഹഗോളത്തിന് സമീപം കൊണ്ടുവരുമ്പോൾ അതിന്റെ ദളങ്ങൾ തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുന്നുണ്ട്. എന്നാലോ ന്യൂട്രൽ വസ്തുക്കൾ ദളങ്ങളിൽ യാതൊരു മാറ്റവും ചലനവും ഉണ്ടാക്കുന്നില്ല എന്നാണ്. അടുത്തത് കപ്പാസിറ്റർ ആണ്. വൈദ്യുത ചാർജ് സംഭരിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് കപ്പാസിറ്റർ. എന്താ കപ്പാസിറ്റർ? വൈദ്യുത ചാർജ് സംഭരിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് കേട്ടോ. കപ്പാസിറ്റർ ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഈ സംവിധാനത്തിൽ വൈദ്യുത ചാർജ് ഏറെ നേരം നിലനിർത്താനാകും. ലോഹ പ്ലേറ്റുകൾക്കിടയിൽ അനുയോജ്യമായ ഇൻസുലേറ്ററുകൾ ഉപയോഗിച്ച് ഇതിന്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുവാനും കഴിയും. ഒരു കപ്പാസിറ്ററിന്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നു. ഫാരഡ് എന്നതാണ് SI യൂണിറ്റ്. അപ്പൊ കപ്പാസിറ്റൻസ് എന്താണ്? ഒരു കപ്പാസിറ്ററിലെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഫാരഡ് എന്നതാണ് ഈ ഒരു കപ്പാസിറ്റൻസിന്റെ SI യൂണിറ്റ് കേട്ടോ. ഓക്കെ, ഇവിടെ തന്നിട്ട് വൈദ്യുത ചാർജുകളുടെ വിതരണം. ഒരു ലോഹ പ്രതലത്തിൽ ചാർജ് എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത്? ഈ ഒരു 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഓരോന്നിനും പോസിറ്റീവ് ചാർജ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ. ഈ 3 ചിത്രങ്ങളും ശ്രദ്ധിച്ചാല് എന്താണ്? ചാർജുകൾ എപ്പോഴും ആ വസ്തുവിന്റെ ഉപരിതലത്തിൽ മാത്രമാണ് നിലകൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉള്ളോട്ടില്ല, ഉപരിതലത്തിൽ മാത്രം. വൈദ്യുത ചാലകങ്ങളിൽ ചാർജ് ഉപരിതലത്തിൽ മാത്രം വിതരണം ചെയ്യപ്പെടുന്നു. കൂർത്ത അഗ്രങ്ങളിൽ ചാർജിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. കൂർത്ത അഗ്രങ്ങളിലേക്ക് എന്താണ്? വൈദ്യുത ചാർജുകൾ കൂടുതലായിരിക്കും കാണപ്പെടുന്നുണ്ട് അല്ലെ. അപ്പൊ 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. വൈദ്യുത വസ്തുക്കളുടെ ചാർജ് ഉപരിതലത്തിൽ മാത്രം വിതരണം ചെയ്യപ്പെടുന്നു. കൂർത്ത അഗ്രങ്ങളിൽ ചാർജിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അടുത്തത് മിന്നലാണ്. മിന്നലിനെ പറ്റിയാണ്. മിന്നൽ ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് എടുത്തൊരു അപൂർവ ഫോട്ടോയാണിത്. ഇതിൽ കുട്ടികളുടെ മുടിയേകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇത് മേഘങ്ങളിൽ വൈദ്യുത ചാർജ് പ്രേരിതമാകുന്നത് മൂലമാണ്. ഈ ഒരു ചാർജ് സംഭരിക്കപ്പെട്ട മേഘങ്ങളെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇപ്പൊ നെഗറ്റീവും പോസിറ്റീവും ആണ്. മേഘങ്ങളിൽ ചാർജ് സംഭരിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ഏതെല്ലാം ചാർജുകൾ സംഭരിക്കപ്പെടുന്നുണ്ട്? ഭൂമിയിലെ വസ്തുക്കളിൽ വിപരീത ചാർജുകൾ ശേഖരിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മേഘങ്ങളിൽ ചാർജ് സംഭരിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും എന്നാണ്. അതുപോലെ ഏതെല്ലാം ചാർജുകളാണ് സംഭരിക്കപ്പെടുന്നത്? ഭൂമിയിലെ വസ്തുക്കളുടെ വിപരീത ചാർജ് ശേഖരിക്കുന്നത് എന്തുകൊണ്ട്? അന്തരീക്ഷത്തിലെ പലതരം വായു പ്രവാഹങ്ങൾ കാരണമാണെന്ത്? ഈ ഒരു മേഘങ്ങളിൽ പോസിറ്റീവോ നെഗറ്റീവോ ചാർജുകൾ ശേഖരിക്കപ്പെടുന്നത്. സ്ഥിത വൈദ്യുത പ്രേരണം ഭൂമിയിലെ വസ്തുക്കളിൽ വിപരീത ചാർജുകൾക്ക് പ്രേരിതമാകുന്നു. ഇങ്ങനെ സംഭരിക്കപ്പെടുന്ന വൈദ്യുത ചാർജ് വായുവിനെ വൈദ്യുത ചാലകമാക്കാൻ പര്യാപ്തമാണ്. ഇതിനാൽ വൈദ്യുതി നൊടിയിടയിൽ വായുവിലൂടെ പ്രവഹിക്കുകയും പ്രകാശം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതാണ് മിന്നൽ. ഓക്കെ, ഉയർന്ന അളവിലുള്ള വൈദ്യുതിയാണ് മിന്നൽ ഉണ്ടാകുമ്പോൾ പ്രവഹിക്കുന്നതിനാൽ അപകട സാധ്യത വളരെ കൂടുതലാണ്. മിന്നലിൽ നിന്നും രക്ഷ നേടുന്നതിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉയരമുള്ളത് ഒറ്റപ്പെട്ടതായ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അഭയം തേടരുത്. വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇതൊക്കെ എന്താണ്? മിന്നൽ ഏൽക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇനി മിന്നലിൽ നിന്ന് രക്ഷ നേടുന്ന മറ്റെന്തെങ്കിലും സംവിധാനം കണ്ടിട്ടുണ്ടോ? മിന്നൽ രക്ഷാജാലകം. കെട്ടിടത്തിൽ മിന്നൽ തട്ടിയാൽ അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം. അതിൽ നിന്ന് രക്ഷ നേടാൻ മിന്നൽ രക്ഷാജാലകം ഉപയോഗിക്കുന്നു. മേഘങ്ങളിൽ നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളതെങ്കിൽ മിന്നൽ രക്ഷാജാലകത്തിലെ പൂർവ്വാഗ്രങ്ങളിൽ പോസിറ്റീവ് ചാർജ് പ്രേരണം ചെയ്യപ്പെടുന്നു. ഇതിന് കാരണം എന്തായിരിക്കും? ഇങ്ങനെ മേഘങ്ങളിൽ കുമിഞ്ഞു കൂടുന്ന ചാർജാണ് മിന്നലിന് കാരണമാകുന്നത്. അപ്പൊ മിന്നൽ ഉണ്ടാകാനുള്ള വൈദ്യുതചാർജിനെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് ഒഴുകുന്നതിനുള്ള പാതയൊരുക്കുക എന്നാണ് മിന്നൽ രക്ഷാജാലകം ചെയ്യുന്നത്. അടുത്തെന്താണ്?
ലൈറ്റിനിങ് അറസ്റ്റർ ആണ്. മിന്നൽ ലക്ഷ്യ ജാലകം കെട്ടിടത്തെ മുഴുവൻ മിന്നലിൽ നിന്നും സംരക്ഷിക്കുമ്പോൾ വൈദ്യുത സംവിധാനങ്ങളെ മിന്നലിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലൈറ്റിനിങ് അറസ്റ്റർ. KSEB ഉപയോഗിക്കുന്ന ലൈറ്റിനിങ് അറസ്റ്ററുകളാണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തുള്ള KSEB സബ്സ്റ്റേഷൻ സന്ദർശിച്ച് ലൈറ്റിനിങ് അറസ്റ്ററുകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറയുന്നുണ്ട്. എന്താണ് ലൈറ്റനിങ് അറസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ, മിന്നൽ ലക്ഷ്യജാലകം കെട്ടിടത്തെ മുഴുവൻ മിന്നലിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ കെട്ടിടത്തിലെ വൈദ്യുത സംവിധാനങ്ങളെ മിന്നലിൽ നിന്ന് സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ലൈറ്റനിങ് അറസ്റ്ററുകൾ ട്ടോ. ഇനി മിന്നലേറ്റയാളെ വായുസഞ്ചാരം. ഇനി മിന്നലേറ്റ അപകടങ്ങൾ വളരെ ഗുരുതരമാണ്. ഒരു വ്യക്തിക്ക് മിന്നലേറ്റ നാം എന്തെല്ലാം പ്രാഥമിക ശുശ്രൂഷകളാണ് നൽകേണ്ടതെന്നാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ട്. നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.